ബോസ് കേറി വാ. അമ്മയോട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഞാൻ പിന്നെ വീട്ടിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പോട്ടെ, എന്റെ കാർ അവിടെ നിർത്തിയിട്ടിരിക്കല്ലേ. അയ്യോ അത് ശരിയാണല്ലോ, ഞാനും ആ തിരക്കിൽ ഓടി വന്ന് വണ്ടി കയറി. എന്റെ റാണി എവിടെയാ? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സുമേഷിനോട് പറഞ്ഞ് അത് വീട്ടിലേക്ക് എത്തിച്ചേരാം. ശരി വാ. പോയിട്ട് വരാം. അവരെങ്ങനെ ആഹാരം കൊണ്ടൊന്ന് അമ്പലത്തിൽ കൊണ്ട് കൊടുത്താലോ? അമ്പലത്തിലെ പ്രസാദമെന്ന് പറഞ്ഞ് കൊടുത്തു കാണുമോ എന്റെ ദൈവമേ? അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്തിനാ അമ്മ ഈ ചെറിയ കാര്യത്തിന് ഇത്രയും ടെൻഷൻ ആവുന്നേ? ആ ധ്രുവയെ കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അവനൊരു പൊട്ടനൊന്നുമല്ല. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. ആരതി, അവര് വന്നു. മോനെ ധ്രുവ, എന്താ സംഭവിച്ചത്? എന്താ മോളെ നീ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? അമ്മ, ഇത് 24,620 രൂപയുണ്ട്. ഇതിൽ 5,000 രൂപയാണ് അമ്മ ഇട്ടേക്കുന്നത്. അതൊഴിവാക്കിയാൽ 19,620 രൂപ അമ്മയുടെ ലാഭമോ? സത്യാണോ? ഇവിടുന്ന് കൊണ്ടുപോയ ആഹാരമെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാശ് എവിടുന്ന കിട്ടിയത്? എങ്ങനെയാ മോനെ ഇതൊക്കെ? മാജിക്. അമ്മേ, അമ്മയ്ക്ക് അവിടെ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാദ്യം കൊടുക്ക്. മോനെ ധ്രുവ, ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനൊന്നും അല്ല കരുതിയത്. എന്നാൽ നീ വളരെ നല്ലൊരു കുട്ടിയാ. സുമേഷ്, എന്റെ ലാപ്പ് എടുത്തു വെക്കാൻ പറഞ്ഞപ്പോ വേറെ ആരുടെ ലാപ്പ് എടുത്തു വെച്ചേക്കുന്നു. ഇത് അമൂല്യയുടെ കയ്യിലുണ്ടായിരുന്ന കപ്പല്ലേ? ആ സിദ്ധാർത്ഥ മിക്കാതും കാണാതെ എങ്ങനെയോ ഇത് ബാഗിലേക്ക് വെച്ചു. അവള് കൺമുന്നിൽ വരുമ്പോ നീ ഈ ലോകം മുഴുവനും മറന്ന് അവളെ നോക്കണമെന്ന് വിചാരിക്കും. നിന്റെ പെണ്ണിനെ കാണുമ്പോഴെല്ലാം നിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വരും. നീ എപ്പോഴാണ് ചിരിച്ചേ? എന്താണ് നിനക്ക് പറ്റിയത്? ഞാൻ വേദാന്ത് മേനോനാണ്. ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ആ വിക്കിയും സിദ്ധാർത്ഥും എന്താ പറഞ്ഞെന്ന് കരുതി ഞാൻ അവരെ പോലെയാണോ? നോ വേ. അവര് പ്രേമിച്ചെന്ന് കരുതി ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ബ്ലഡി നോൺസെൻസ്.
എന്റെ കാര്യം കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. എത്രയും പെട്ടെന്ന് കഴുതയോട് സംസാരിച്ചേ പറ്റൂ. അല്ല, ഇത്രയും നാള് മുഖത്തോട് മുഖം നോക്കിയ വായ്ത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് വഴക്കിടുന്ന ഞാൻ ഇപ്പൊ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തിനാ ഇത്രയും ഫീൽ ആവുന്നത്? ദൈവമേ, ഇതിന്റെ പുറകിൽ എന്ത് രഹസ്യമുള്ളത്? ഷോ, നമ്മുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ നമുക്ക് ഇതുപോലെ ഇരുന്ന് സീരിയൽ കാണാൻ പറ്റില്ലല്ലോ. അത് ഓർക്കുമ്പോഴാ സങ്കടം. ഇത് ഇപ്പോൾ വന്ന പ്രധാന വാർത്തയാണ്. ശ്രീലക്ഷ്മി നാരായണ മാൽഗുഡി അദ്ദേഹം സ്വന്തം സാഹിത്യ കലാമേഖലകളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് കൊച്ചു കുട്ടികളെക്കാളും കഷ്ടം. ഞാൻ എല്ലാ കഥകളും എഴുതിയത് ഇവിടെ വെച്ചാണ്. ഈ വാട്സപ്പും ഫേസ്ബുക്കും കഴിക്കാൻ പറ്റി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ വയറ് നിറയെ കഴിച്ചേനെ. ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾക്ക് ട്രെൻഡിങ് ആണ് ഇഷ്ടം. നിങ്ങൾ ഇത്രയും നാളായിട്ട് നാട്ടിലേക്ക് പോയില്ല എന്ന് പറയുമ്പോ അതിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കില്ലേ? എന്താണ് ആ കാര്യം? സർ നിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഏത് കാര്യങ്ങളാണ് സർ? 1000 വർഷം നമ്മൾ ജീവിച്ചാലും ഏറ്റവും പ്രിയപ്പെട്ടത് കുട്ടിക്കാലമായിരിക്കും. ആ കാലത്തിനെ കടത്തിവെട്ടാൻ മറ്റൊന്നുമില്ല. വീണ്ടും എനിക്ക് ബാല്യത്തിലേക്ക് പോകണം. ബാല്യത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുകൂടി വീണ്ടും ചെയ്യണം. കാലങ്ങൾ ഒരുപാട് മറഞ്ഞുപോയി, എന്നാൽ വെറും ഓർമ്മകൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ. ഈ ഓർമ്മകളെല്ലാമാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. മാൽഗുഡി, ആ നാമത്തിന് ഒരുപാട് വികാരങ്ങളുണ്ട്. നോക്ക്, അവന്റെ അഭിനയം നോക്ക്. ചെറുതായിരിക്കുമ്പോ അവൻ, അതെ, ആ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ, അവൻ എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ചത്. ഇതിലും അതെ. അതെ, ഈ പരസ്യത്തെ നോക്ക്, എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നത് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ? അയ്യോ അമ്മേ, അത് അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല, അതൊരു സിനിമയുടെ ട്രെയിലറാ. ആരതി, അമ്മയ്ക്ക് ഇതിനെ പറ്റി എങ്ങനെ അറിയാനാ? പ്രമി, നിനക്ക് ഈ സിനിമ കാണാൻ പോണെന്ന് ആഗ്രഹമുണ്ടോ? പറയൂ. പിന്നല്ലാതെ, എനിക്ക് പോണോന്നേ. എനിക്ക് ഈ പരസ്യം കണ്ടപ്പോ, അല്ലല്ല, ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഈ സിനിമ കണ്ടേ പറ്റൂ. നല്ല രസമുണ്ട്. അതുമാത്രല്ല, നമ്മുടെ മക്കളും ഈ സിനിമാ നടന്റെ ഫാൻസ് ആണ്, അല്ലേ മക്കളെ? എന്നാ പിന്നെ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടേക്കാം. നമ്മുടെ 5 പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പോവാം. ഇനി അവള് പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാത്രം പോയിട്ട് വരാം. അയ്യേ, എന്ത് സ്വഭാവം നിനക്ക്! എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ നീ. അഹങ്കാരി, കോരങ്ങായിട്ട് ജനിച്ചു. ഹലോ, ഞാൻ പറയുന്നത് കേക്കാവോ? സോറി, എന്റെ വീട്ടിൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇന്റർനാഷണൽ കോൾസ് വരുമ്പോ പുറത്തേക്ക് ഇറക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷനും അതിലുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. യെസ്, യാ, ഞാൻ നാളെ നിങ്ങളെ വിളിക്കാം. യെസ്, ഐ വിൽ. താങ്ക് യു. പറയൂ ബോസ്. നീ ഇപ്പൊ എന്ത് ചെയ്യുക? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോ മാഡ്, ഈയിടെയായിട്ട് നിനക്ക് എന്നോട് തീരെ റെസ്പെക്ട് ഇല്ല. നീ എന്റെ സ്റ്റാഫാന്ന് മറക്കണ്ട. ടോപ്പിക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ഇപ്പൊ ഒരുപാട് ഓർത്തല്ലേ, അതുകൊണ്ടല്ലേ വിളിച്ചത്? എനിക്ക് വേറെ പണിയില്ലേ?
ഞാൻ എന്തിനാ നിന്നെ ഓർക്കുന്നേ? കാരണങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. എല്ലാം ഞാൻ പറയാനായിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കില്ലായിരുന്നോ? എക്സ്ക്യൂസ് മീ, റീസൺ ഉണ്ട്. പക്ഷെ അത് ഒഫീഷ്യൽ കാര്യമാണ്, അല്ലാതെ നിന്നോട് ചൊല്ലാനൊന്നുമല്ല. ആയിക്കോട്ടെ, അതെന്താ കാര്യം എന്ന് പറ. നോക്ക്, ഇതൊക്കെ നീ നാളെ തന്നെ റെഡിയാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അമൂല്യ, അമൂല്യ. ഓ, ഇതെന്തിനാ ചെവി അടിച്ചു പോകുന്ന പോലെ സംസാരിക്കുന്നേ? പറയൂ. ഇനി എന്ത് പറയാനാ? ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? നീ എന്താ ആലോചിച്ചിരിക്കുന്നു? അത് അത് ആലോചിക്കുമായിരുന്നു ഞാൻ. അതാ ചോദിച്ചത്, എന്താ ആലോചന? ഇന്ന് ഞാൻ ആ പുതിയ സിനിമയുടെ ട്രെയിലർ കാണുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാരും രംഗചേട്ടന്റെ ഫാൻസാ. അതുമാത്രല്ല, ഞാനും വലിയ ഫാനാ. എല്ലാരേക്കാളും ഒരു പിടി കൂടുതൽ എനിക്കിഷ്ടം മാസ രാജകുമാരിയായ എനിക്ക് ഇഷ്ടപ്പെട്ട രാജകുമാരനാ സിനിമയിലെ ഹീറോ. അതാണ് നമ്മുടെ രംഗൻ ചേട്ടൻ. അറിയോ? ആക്ച്വലി അയാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നീ ആലോചിച്ചതിനും ഈ സിനിമയ്ക്ക് തമ്മിൽ എന്താ ബന്ധം? ഇടയ്ക്ക് കയറി സംസാരിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കും. മുഴുവനും കേക്ക്. മൂവിക്ക് എല്ലാരെയും കൂട്ടി ഞാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിന് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ഓഹോ, എന്നുവെച്ചാ നിനക്ക് അയാളെ അത്ര ഇഷ്ടമാണോ? ഇങ്ങനൊരു ചോദ്യം വേണോ? ഞാനൊക്കെ അദ്ദേഹത്തിനെ കണ്ടാ വളർന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ളവര് അദ്ദേഹത്തിന്റെ പഴയ സിനിമ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സിനിമകളും മിസ്സാവാതെ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാ. അദ്ദേഹം എത്ര നല്ല സ്വഭാവമുള്ള ആളാ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളവര് വളരെ കുറച്ചേ കാണും. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാനായത്. നീ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. അദ്ദേഹം എന്താ മീൻ വാങ്ങാൻ ചന്തയിൽ വരാറുണ്ടോ ഡെയിലി മീറ്റ് ചെയ്യാനായിട്ട്? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കോമൺ മിഡിൽ ക്ലാസ് ഫാമിലിയാ. ടിവിയിലും തിയേറ്ററിലും ഒക്കെ കാണുമ്പോ വിസിലടിച്ച് ഞങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പോയി കാണാനാ? ശരി, നീ കിടന്നോ. നാളെ രാവിലെ നേരത്തെ എണീച്ച് പ്രസന്റേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടിരിക്കണം. മിഡ് നൈറ്റിലാണോ നിങ്ങളുടെ ഈ ഓഫീസ് ജോലിയുടെ കാര്യങ്ങള്? ആയിക്കോട്ടെ, ഞാൻ എങ്ങനെയെല്ലാം തീർത്തോളാം. വാട്ട്? ചെയ്ത് തീർത്തോളാന്ന്. ഓക്കെ. ഞാൻ എന്റെ ഫേവറേറ്റ് ആക്ടറെ പറ്റി ഒന്ന് സ്വപ്നം കാണാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ഓഫീസ് പെൻഡിങ് ജോലി എന്ന് പറഞ്ഞ് എന്റെ മൂടെല്ലാം പോയി. അഹങ്കാരിക്കോരൻ. കൊണ്ടുവരുന്നു. ആ, വേഗം കൊണ്ടുവാ. വെരി ഗുഡ് ഗേൾ. എന്താ അത് നീ കാണിച്ചേ? ഇതിലിരുന്ന് മുഴുവൻ ലഡുവും തിന്നോ നീ? ഇതിലൊരു 100 ലഡുവെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. എന്താ ചേച്ചി ഇത്? എന്നെ ഒരു തീറ്റ പ്രാന്തിയെ പോലെ ചിത്രീകരിക്കുന്ന? ഞാൻ മാത്രമല്ല, അതിൽ 20 എണ്ണം 5 കഴിച്ചത്. പിന്നെ ഒരു 8 എണ്ണം ആ കിളവി കഴിച്ചിട്ടുണ്ട്. എടി കൊരങ്ങേ, ഞാൻ എപ്പോഴും 8 എണ്ണം കഴിച്ചേ? ഞാൻ 6 എണ്ണേ കഴിച്ചോളൂ. നിങ്ങൾ 3 പേരും നല്ല ആൾക്കാരാ. ആ ബോക്സിലെ ഇനിയും കുറെ ലഡു ഉണ്ടായിരുന്നു. അതൊക്കെ ചേച്ചിയായിരിക്കും കഴിച്ചത്. അതെ, നിങ്ങൾ 3 പേരും കൂടി ലഡു എടുത്ത് കഴിച്ചിട്ട് അത് കാണാത്ത ആളുടെ പേരിൽ കുറ്റം എടുത്ത് വെക്കുക. അതെ, ഞാനാ കഴിച്ചത്. എന്തേടി പറഞ്ഞേ? ആരതി, എന്തിനാ അവളോട് ഇങ്ങനെ വഴക്കിടുന്നേ? അതിഥി, മോളെല്ലാം കഴിച്ചു. അമ്മു, 24 മണിക്കൂർ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കാതെ. സൺഡേ അല്ലേ, ഓഫീസിലല്ലോ. വേറെന്ത് നോക്കാനാ? ഇൻസ്റ്റാഗ്രാം നോക്കുവോ? ഞാനതാ, നീയാണോ എപ്പോഴും നോക്കാൻ? ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ഹലോ എവരിവൺ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് മോനെ അത്ഭുതമായിരിക്കുന്നല്ലോ? ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നോ? ഈ വിക്കി ഉണ്ടല്ലോ, സർപ്രൈസുകൾക്ക് ഫേമസ് ആണ് മാവ. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. എങ്ങനെയുണ്ട്, സുഖല്ലേ? നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോഴും നീ ഇതേ ചോദ്യം തന്നെ ചോദിച്ചേ. വിക്കി, നീ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ. ഓ, ആണോ? അങ്ങനെ പറഞ്ഞിട്ട് വേണം വരേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം സോറി. ഞാൻ ഇനി വീട്ടിലേക്ക് പോയി ഫോൺ ചെയ്തിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ അല്ലേ? ഇത് വല്ലാത്ത തമാശയായി പോയല്ലോ. ആരതി, വിക്കി വരുന്ന കാര്യം നീ എന്താ എന്നോട് പറയാഞ്ഞത്? അമ്മേ, വിക്കിച്ചേട്ടൻ കാണാൻ വന്ന അമ്മയല്ല, നമ്മുടെ ആരതി ചേച്ചിയാ. നീ വലിയൊരു വ്യക്തി, എല്ലാ വലിയ കാര്യങ്ങളും അറിയാവുന്ന പോലെ സംസാരിക്കുന്നു. മോനെ, നീ വാ, ആഹാരം കഴിക്കാം. ഇല്ല മായി, ആദ്യം ഈ ഐറ്റംസ് ഒക്കെ അകത്തേക്ക് വെക്കേ. അല്ല, ഇതെന്താ ഇത്ര രാവിലെ ഈ പൂവൊക്കെ ആയിട്ട് വരാൻ കാരണം എന്താ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് വേറെ ആരും കാണാനല്ല, റൗഡി കൊച്ചിനെ കാണാൻ. വേഗം ഫുഡ് കഴിച്ചിട്ട് അനിയത്തി കൊച്ചിനെ കൊണ്ടുപോവാ. വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. അലങ്കരിക്കാനോ? എന്തിനാ മോനെ അതൊക്കെ? ഞാൻ അറിയാത്ത എന്ത് ഫെസ്റ്റിവൽ ഇവിടെ നടക്കാൻ പോന്നേ? അതൊന്നുമല്ല,
പക്ഷെ അതുപോലെ തന്നെയാ. ഇന്നൊരു സ്പെഷ്യൽ ഡേയാ, അതുകൊണ്ടാ. ആരതി, ഇതെല്ലാം റെഡിയാക്കേണ്ട ജോലി നിനക്കാ. അതിന് നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതാ പിടിച്ചോ. വരൂ സർ. നീ ഇങ്ങോട്ട് വാന്നേ. ബോസ്, നിങ്ങൾ ഞങ്ങളുടെ രംഗച്ചേട്ടനെ വിളിച്ചോണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോ? അതെ അതെ, ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നേ. അല്ല, അകത്തേക്ക് വിളിക്കുന്നില്ലേ? നിങ്ങൾ ഈ സിനിമയിലും ടിവിയിലൊക്കെ കണ്ട പരിചയമല്ല ഞങ്ങൾക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് പെട്ടെന്ന് വന്ന് കേറിയപ്പോ സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. ഉജയലിന്റെ വീട്ടില് കൃഷ്ണ വന്ന പോലെ. വാ കേറി വാ. സന്തോഷം സാർ, വലിയ സന്തോഷം. അയ്യോ, ഒന്നവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. വരൂ വരൂ. എങ്ങനെയുണ്ട് സർപ്രൈസ്? വരൂ. അല്ല, വീട് മൊത്തം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. വേദാന്തേ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഏറ്റവും വലിയ വിശേഷം. വേദാന്ത്, ഇതെല്ലാം കുറച്ച് കൂടുതലല്ലേ? ഇത് വേറൊന്നുമല്ല സർ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. പിന്നെ ചേട്ടാ, ഇത് മഞ്ജുനാഥ്, ബസ് കണ്ടക്ടറാണ്. സാർ നമസ്കാരം സാർ. അയ്യോ, നിങ്ങളൊന്നും എന്നെ സാറെന്ന് വിളിക്കാൻ പാടില്ല. അയ്യോ, നിങ്ങൾ നല്ലൊരു ജനസേവകനല്ലേ, ഞാനാ നിങ്ങളെ കൈകൂപ്പേണ്ടത്.
എത്ര വലിയ വാക്കുകളേത്. സന്തോഷായി. ഇത് പ്രമീള അമ്മ, കേറ്ററിംഗ് സർവീസ് നടത്തുവാണ്. ഇവരാണ് MD. ഓ നമസ്കാരം അമ്മേ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാ പിക്ചേഴ്സും എല്ലാ പിക്ചറും ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അങ്ങനെയാണോ? ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ആ ചേട്ടാ, ഇവനറിയാലോ അല്ലേ? ഓ അറിയാം, നമ്മുടെ എസ്കേപ്പ് ഹീറോ അല്ലേ? എസ്കേപ്പ് ഹീറോയോ എന്ന് പറഞ്ഞ? അങ്ങനെ പറഞ്ഞ അത് പിന്നെ ചേട്ടാ ഒന്നുമില്ല. പിന്നെ ചേട്ടാ, ഇതാണ് അതിഥി, എന്റെ ആർദിയുടെ അനിയത്തി. ഓ അത് ശരി. താങ്കൾ എന്റെ കൂടെ ഒരു ടിക്ടോക്ക് ചെയ്യല്ലോ അല്ലേ? എന്താടി? അയ്യോ, ഒന്ന് ചുമ്മാതിരിക്ക്. ചേട്ടാ, ഇതാണ് ആരതി, വിക്രാന്ത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നമസ്കാരം. പിന്നെ ചേട്ടാ, ഇവളാണ് അമൂല്യ,